നമസ്കാരം. ഇന്ന് നവംബർ 17 തിങ്കളാഴ്ച, വൃശ്ചികം 1. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്രേക്ക്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. കണ്ണൂർ പയ്യന്നൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ന് BLOമാരുടെ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുക. അതേസമയം അനീഷിന് SIR ജോലികളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമുണ്ടായിട്ടില്ല എന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ വിശദീകരണം. അനീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് റഹീസ് ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ പ്രതിഷേധത്തിനാണ് കണ്ണൂരിൽ കളമൊരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുക. അതേസമയം അനീഷിന്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മോർണിംഗ് പ്രവിത. എന്തായാലും ഇന്ന് BLOമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇന്ന് വിവിധ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ BLOമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ BLOമാരുടെ സംയുക്ത സമിതി നടത്തുന്ന ഈ ജോലി ബഹിഷ്കരണമാണ്. അവർ ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ ഏർപ്പെടില്ല. അവർ അത് പ്രതിഷേധ സൂചകമായി അത്തരത്തിൽ ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ NGO അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നത്. അവർ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ BLOമാരുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ 10-14 ദിവസമായി നേരിടുന്ന ജോലി സമ്മർദ്ദം അത് വളരെ വലുതാണ്. അപ്പോൾ അതിൽ വലംനൊന്താണ് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം കൂടിയിട്ടാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബമടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ അതിലൊരു വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ BLOമാരുടെ കൂട്ടായ്മ ചില നീക്കങ്ങൾക്കൊക്കെയും തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അത് ചീഫ് ഇലക്ടറൽ കമ്മീഷണർക്കൊരു കത്തയക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും അത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനം ഈ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു വാദമാണ്. ആ വാദത്തിൽ എത്രത്തോളം അവർ ഉറച്ചു നിൽക്കും എന്നുള്ളതും പ്രധാനമാണ്. അതായത് CPM നേതൃത്വം അവരുടെ പല നേതാക്കളും ഈ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് BLAയുമായി ചേർന്നുകൊണ്ട് BLO പ്രവർത്തിക്കരുത്, അവർ വീടുകൾ കയറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഓഡിയോ ദൃശ്യങ്ങളൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ആരോപിച്ചിരുന്നു. അത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് അത് പുറത്തേക്ക് വിടും എന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും അത് പുറത്തു വിട്ടിട്ടില്ല. അവർ അക്കാര്യത്തിൽ പിന്നീട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രിയുമൊക്കെ DCC നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പിന്നീട് അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് DCCയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അനീഷ് ജോർജിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയും ചെയ്യും. വൈകിട്ടോടുകൂടി സംസ്കാരം ഉണ്ടാകും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള സമയം കുടുംബം ഇനിയും അറിയിക്കേണ്ടതായിട്ടുണ്ട്. വൈകിട്ട് സംസ്കാരം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലും അവർ നൽകുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിന് സംസ്ഥാനം ഒട്ടാകെ തയ്യാറെടുക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം, അതായത് കോൺഗ്രസും CPMും അടക്കമുള്ളവർ ഈ SIRനെതിരെ വലിയ തോതിൽ രംഗത്തെത്തിയിരിക്കുന്നു. തിരക്ക് പിടിച്ചിട്ടുള്ള SIRന്റെ നീക്കം അത് പൂർത്തീകരിക്കാനുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ വ്യഗ്രത അത് താഴെത്തട്ടിലേക്കുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ഇത് കൈമാറുമ്പോൾ, അത്തരത്തിലൊരു ആശയം അവർക്ക് കൈമാറുമ്പോൾ അതൊക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയും ഉണ്ടാകും. എന്തായാലും അനീഷിൻ്റെ ഈ ആത്മഹത്യ വളരെ ദൗർഭാഗ്യകരമാണെന്നും എന്നാൽ അദ്ദേഹത്തിന് ജോലിപരമായ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കളക്ടർ വിശദീകരിക്കുന്നത്. ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിലും അത്തരത്തിലുള്ള പരാമർശമാകും ഉണ്ടാവുക. അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ജില്ലാ ഇലക്ഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും നൽകിയിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് നിലവിൽ കളക്ടർ നൽകുന്നത്. എന്തായാലും ഇന്ന് വിഷയം കൂടുതൽ ചൂട് പിടിക്കുക കൂടി ചെയ്യും. പ്രവിത. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മലാപ്പറമ്പിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി. സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നിലവിൽ എന്താണ് സാഹചര്യം? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡിലാണ്
കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. 1.5 മീറ്ററോളം താഴ്ചയിലാണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഈ സമീപത്തേക്ക് ഈ ചെളിയും അതുപോലെ തന്നെ മണ്ണും ഒക്കെ തന്നെ അടിച്ചു കയറിയിട്ടുണ്ട്. സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളുടെ അകത്തേക്ക് പോലും വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത്. അതേ തുടർന്നാണ് നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല റോഡ് ഈ വിധത്തിൽ കുഴിഞ്ഞു പോയിട്ടുമുണ്ട്. കൂടാതെ ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഉയർന്നു വന്നിരിക്കുകയാണ്. റോഡിൻ്റെ ചില ഭാഗങ്ങൾ വളരെയേറെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്തുള്ള മണ്ണൊക്കെ തന്നെ തെറിച്ച് പുറത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് മുന്നിലത്തെ വീട്ടിലുള്ള ആളാണ് ബാബു പോൾ. അപ്പോൾ വലിയ രീതിയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. വല്ലാതെ വെള്ളം കയറിയിട്ടുണ്ട്. ചളിയും മണ്ണും ഒക്കെ കാണാം. അങ്ങോട്ട് പോകണം, മുന്നോട്ട് എല്ലാം കാണാം. മണ്ണും വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. വീടിന് ബാത്റൂമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ബാത്റൂമിൽ അടിയിൽ കൂടെ വെള്ളം കയറി. ഇവിടെ പുള്ള്, പിന്നെ ചെടിച്ചട്ടി, ചെരുപ്പ്, എല്ലാ സാധനവും വലിച്ചു പോയി. മുറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത മാതിരിയായി. വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും മണ്ണാണ് അവിടെ കിടക്കുന്നത്. നടക്കാൻ തന്നെ പറ്റില്ല. അതാ അവസ്ഥ. ഇത് ഇടക്കിടക്ക് ഉണ്ടാകുന്ന അവിടെ. എത്രയോ കാലമായിട്ട് ഈ ഓരോ 2-3 ആഴ്ച കൂടുമ്പോൾ പൈപ്പ് പൊട്ടുന്ന പരിപാടി അവിടെ കാണുന്നൊക്കെ ഈ പാച്ച് വർക്ക് ചെയ്താൽ പൈപ്പ് പൊട്ടിയിട്ട് അങ്ങോട്ടുള്ള അതാണ് സ്ഥിതി. ഇനി ഇതിലിപ്പോൾ ഈ റോഡ് മുഴുവൻ നന്നാക്കണം. ഇതിന് അടിയിലെ മണ്ണ് മുഴുവൻ പോയി. അടിയിലെ മണ്ണ് മുഴുവൻ പോയി. ഇനിയിപ്പോൾ ഇത് മുഴുവൻ പൊളിച്ച് ചെയ്യാതെ എന്നാൽ ലോഡ് വണ്ടി വരുമ്പോൾ ഇത് താന്നു പോകും. അല്ല വണ്ടി മറിയും, എന്തെങ്കിലും സംഭവിക്കും. അതാണ് സ്ഥിതി. കണ്ടത് അത്രയും മണ്ണ് പോയതുകൊണ്ടാണ് ഈ കൂടെ കുഴിയായത്. പ്രവിധ, താൽക്കാലികമായി ഇവിടുത്തെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്നൊക്കെ വലിയ രീതിയിലാണ് മണ്ണ് ഇളകി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് അവിടെ നിന്ന് കൂടുതൽ ഭാഗത്തേക്ക്, അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ടുമുണ്ട്. ഈ ഭാഗത്തൊക്കെ വലിയ ഒരു ഗർത്തം പോലെ തന്നെയാണ് ഈ ഭാഗത്തുമുള്ളത്. അതിനകത്തുള്ള മണ്ണൊക്കെ പുറത്തേക്ക് ഒഴുകി വന്നിരിക്കുകയാണ്. അങ്ങനെ അതിശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകി വന്നത്. അതേ തുടർന്നാണ് ഈ വിധത്തിൽ ഉള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിലേക്കൊക്കെ നമുക്കിപ്പോൾ കാണാം, അവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ചെളിയും അതുപോലെ തന്നെ വെള്ളവുമാണ് ഇരച്ച് കയറിയിരിക്കുന്നത്. ഈ വീട്ടിലുള്ള ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് സമീപത്തുള്ള വീടുകളിലേക്കും ഇങ്ങനെയാണ് വെള്ളം അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിലുള്ള വീട്ടുകാർക്കുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് റിനു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ BJP വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. ഒപ്പം വർക്കലയിൽ പെൺകുട്ടിയെ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ ഇന്നും തെളിവെടുപ്പ് തുടരുന്നുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിക്കെതിരെ മുട്ടടവാടിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എങ്ങനെയാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും ഈ വാർത്താ പ്രഭാതത്തിൽ വലിയ തിരക്കിലേക്ക് പോകുന്നു, വാർത്തകളുടെ തിരക്കിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രധാനമായും നമുക്കറിയാം തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിൽ BJP നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ നമുക്കറിയാം തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു. തുടർന്ന് ഈ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായ്പകൾ തിരിച്ചടയ്ക്കാത്ത നേതാക്കളുടെ പേര് വിവരങ്ങൾ പറയുമെന്ന് MS കുമാർ മുതിർന്ന BJP നേതാവ് രംഗത്തെത്തി പറഞ്ഞു. ഇതിലെല്ലാം തന്നെ പ്രതിരോധത്തിലായ BJP ഒന്ന് ഉയർന്ന് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP നേതാവിൻ്റെ അല്ലെങ്കിൽ RSS നേതാവിൻ്റെ ആത്മഹത്യയും അതുപോലെ തന്നെ BJP പ്രവർത്തകയായിട്ടുള്ള ശാലിനി, നെടുമങ്ങാട് സ്വദേശി ശാലിനിയുടെ ആത്മഹത്യാ ശ്രമവും ഇത് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തിരുവനന്തപുരം നഗരസഭ അടക്കം അനായാസേന പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ സജീവമായി രംഗത്തിറങ്ങി പദയാത്രകൾ പോലും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രചരണത്തിലേക്ക് പോയത്. നിലവിലിപ്പോൾ ഈ ഇദ്ദേഹത്തിന്, അതായത് തൃക്കണ്ണാപുരത്ത് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു. നേതാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ തർക്കങ്ങൾ ഒക്കെ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന RSS പ്രവർത്തകരുടെ അടക്കം അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കും അല്ലെങ്കിൽ കേസെടുക്കുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേഷനുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്,
കോൺഗ്രസ് മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ തർക്കം ഉയർന്നു വന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണ സുരേഷിൻ്റെ പേര് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ കളക്ടർ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ട്. കളക്ടർക്ക് അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് വൈഷ്ണയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമർപ്പിച്ചു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. വൈഷ്ണയുടെ പ്രതികരണമൊക്കെ തന്നെ തേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വർക്കലയിൽ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി സുരേഷിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് തെളിവെടുപ്പുണ്ടാകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ സഹായിച്ച അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയ ബീഹാർ സ്വദേശിയെ പോലീസ്, ചുമന്ന ഷർട്ടുകാരനെ തിരക്കി പോലീസ് പായുന്നൊരു സാഹചര്യമാണ്. അദ്ദേഹത്തെ ഇന്നലെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇന്ന് സുരേഷിനെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നു. ഇങ്ങനെ സമഗ്രമായിട്ടുള്ള വാർത്താ പ്രഭാതം തന്നെയാണ് നമുക്കിന്ന് തലസ്ഥാന നഗരിയിൽ ഉള്ളത്. പ്രവിത. ശരി, റെനോ ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട നിരവധി കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. മറ്റൊന്ന് കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ എന്തൊക്കെയാവും? പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഹൈക്കോടതിയെയും ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഇഡി നൽകിയിരിക്കുന്ന ഹർജി, സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നൽകിയിരിക്കുന്ന ഹർജി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ ഇടപെടലിനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ VC തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഗവർണറുടെ ഇടപെടലിനെ ചൊല്ലിയുള്ള സർക്കാർ നൽകിയിരിക്കുന്ന ഹർജി. ഈ രണ്ട് ഹർജികളും സുപ്രധാനമാണ്. അതോടൊപ്പം തന്നെ NIA ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അവയവക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികൾ, അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് NIA ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ NIA ഭാഗത്തുള്ള ഈ ഒരു കേസിന്റെ ഭാഗമായി ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ ഏകദേശം ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയും ചെയ്യുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ FIR ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട്, കള്ളപ്പണത്തിന്റെ ഉപയോഗം ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദവുമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ സർക്കാരിന്റെ ആഭ്യന്തര പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇഡി FIR ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എത്തരത്തിൽ ഹൈക്കോടതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇഡിയെ സമീപിക്കും അല്ലെങ്കിൽ ഇഡിയോട് പ്രതികരിക്കും എന്ന കാര്യം ഉറ്റുനോക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ ഉയർന്നു വരാനുള്ള സാഹചര്യം കൂടി ഇഡിയുടെ ഈ ഒരു പുതിയ നീക്കത്തിൽ ഉണ്ട്. അതോടൊപ്പം നമുക്കറിയാവുന്നതാണ്, രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ഇടപെടലുകൾ ഉണ്ടായി എന്ന, കച്ചവടങ്ങൾ നടന്നിരുന്നു എന്ന് സംശയിക്കുന്ന കേസാണ് സ്വർണ്ണപ്പാളി വിഷയം. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം, ആ വിജ്ഞാപനത്തിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുകയാണ് ഗവർണർ ചെയ്തത്. ആ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇലുവാതിക്കൽ D. ജമീസ്, V. സാബു എന്നിവരെല്ലാം ഗവർണർ നിയമിച്ചവർ തന്നെയാണ്. ഇവർ ആ ഒരു സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ UGCയുടെ പ്രതിനിധികൾ മാത്രമാണ് ആ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. ഈ സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചത് ഗവർണർ ഏകപക്ഷീയമായാണെന്നും സർക്കാരിനോടോ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോടോ യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായമോ തേടുകയോ ഗവർണറോ രാജ്ഭവനോ ചെയ്തിട്ടില്ല. അതിൽ സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഗവർണറുടെ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുവാനുള്ള ഏകപക്ഷീയമായി വൈസ് ചാൻസലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നിയമിക്കുവാനുള്ള ശ്രമത്തിനെതിരെ അതിനൊരു തടയിടുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുൻ ഗവർണർ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഈ സർവകലാശാല വിഷയം വലിയ രീതിയിൽ ഗവർണർ സർക്കാർ പോരിലേക്ക് പോയിരുന്നു. ഇപ്പോഴുള്ള ഗവർണർ തമ്മിലും ഇത്തരത്തിലേക്കുള്ള ഒരു പോരിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണവും അഭിപ്രായങ്ങൾ എന്താകുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഉറ്റുനോക്കിയാണ്. പ്രവിത, ശരി, നല്ലൊരു ദിവസം നേരുന്നു. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വരാനിടയായ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യ തലസ്ഥാനത്തേക്കാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ നടന്ന ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് NIA എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മറ്റൊന്ന്, ദേശീയ തലത്തിൽ തന്നെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ബീഹാറിലേക്കാണ്. മന്ത്രിസഭാ രൂപീകരണം ഏതാണ്ടൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം എന്നായിരിക്കും സത്യപ്രതിജ്ഞാ തീയതി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ എങ്ങനെ?
വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹി അല്ലെങ്കിൽ രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡൽഹിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 7:52 ചാവേർ ആക്രമണം. ഇത് ആദ്യഘട്ടത്തിൽ ഒരു അബദ്ധമാണോ അപകടമാണോ എന്ന തരത്തിൽ എല്ലാ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ NIA അന്വേഷണത്തിൽ ഇക്കാര്യം ചാവേർ ആക്രമണം തന്നെയാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അമീർ, അതായത് ഈ സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ സുഹൃത്ത് അമീർ റഷീദിനെ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസ് ഏറ്റെടുത്ത ശേഷം NIA രേഖപ്പെടുത്തുന്ന ആദ്യ അറസ്റ്റാണ് ഈ അമീർ റഷീദിൻ്റേത്. ഇത്തരത്തിൽ ഒരു കാറിൽ ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്താൻ ഇരുവരും തമ്മിൽ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായാണ് അമീർ ജമ്മു കശ്മീരിൽ നിന്നും ഡൽഹിയിലെത്തുകയും തുടർന്ന് അമീറിൻ്റെ പേരിൽ ഈ കാറ് വാങ്ങുകയും ചെയ്തത് എന്നും NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ നേരത്തെ തന്നെ സ്ഫോടനത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ജമ്മു കശ്മീരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡൽഹിയിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് വരികയുമായിരുന്നു. അതിനിടെയാണ് NIAക്ക് നിർണായക തെളിവുകൾ ഇയാളുടെ പങ്ക് സംബന്ധിച്ച് ലഭിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കാറിനകത്ത് IEDകൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് NIAയുടെ ശാസ്ത്രീയമായ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറസ്റ്റുകൾ ഒപ്പം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഇന്നും പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പ്രവിധ സൂചിപ്പിച്ച മറ്റൊരു വിഷയം എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം NDA നേടിയിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനും BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരും എന്ന തരത്തിലേക്കാണ് അന്തിമമായ ധാരണയിൽ എത്തിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ അംഗങ്ങളുടെ എണ്ണം അത് JDUവും BJPയും തുല്യമായി തന്നെ പങ്കിടാൻ തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ LJPക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇന്ന് ഗവർണറെ കണ്ട നിതീഷ് കുമാർ രാജി സമർപ്പിക്കുകയും ഒപ്പം തന്നെ പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് സത്യപ്രതിജ്ഞ തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും അല്ലെങ്കിൽ തീയതിയും ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന ഇന്ന്. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ഉച്ചയോടെ സന്നിധാനത്തെത്തിയിരുന്നു. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. ശ്രീകോവിലിലെ ദ്വാരപാലകപാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും. അതേസമയം മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്കാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഇന്നലെ ഭക്തർ ദർശനം നടത്തിയത്. MG പ്രതീഷ് ശബരിമലയിലെ സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട നടപടിയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന അതെപ്പോൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ 80,000-ഓളം പേരാണ് വിർച്വൽ ബുക്കിംഗ് വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത്? പ്രവിധ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ നിർണായകമായ ഒരു നീക്കം ഇന്ന് നടക്കും. അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ഇന്നലെ ഉച്ചയോടുകൂടി ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ SIT സംഘം സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഈ ശാസ്ത്രീയ പരിശോധന നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ മുഴുവൻ സ്വർണവും ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിക്കും. ഇത് പ്രധാനമായും ഇതിന്റെ ക്വാളിറ്റി ഉൾപ്പെടെ പരിശോധിക്കും. ഒപ്പം നേരത്തെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരികെ എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന ഇന്ന് നടത്തുന്നത്. SIT സംഘത്തിൽ ഇതിന് ആവശ്യമായ വിദഗ്ധരുടെ സംഘവുമുണ്ട്. അവരുൾപ്പെടുന്ന വലിയൊരു ടീമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശബരിമല ശ്രീകോവിലിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികളുടെയും കട്ടിളപ്പാളികളുടെയും സാമ്പിളുകൾ വിദഗ്ധ സംഘം ശേഖരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. അതേസമയം ഈ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്തുണ്ടെങ്കിലും ആ വിവാദങ്ങൾ ഒന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ 55,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി. 5 മണിക്കാണ് നട തുറന്നത്. 5 മണി മുതൽ 11 മണി വരെയുള്ള കണക്കാണ്. അത്രത്തോളം തീർത്ഥാടകർ ഇന്നലെ എത്തി. 3 മണിക്കൂറോളം ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തിയത്. മരക്കൂട്ട
കഴക്കൂട്ടത്തിലടക്കം വലിയ തീർത്ഥാടന തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തും. ഈ നടപ്പന്തലിലടക്കം തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയുണ്ട്. ഈ ആഴിക്ക് സമീപം 18-ാം പടി ചവിട്ടാൻ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ വലിയ തീർത്ഥാടന തിരക്കിലേക്ക് ശബരിമല പോവുകയാണ്. ഇന്ന് വൃശ്ചിക മാസമാണ്. വൃശ്ചിക പുലരിയിൽ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാനനപാത വഴിയുള്ള ഈ യാത്രകൾക്കും ഇന്നു മുതൽ അനുമതിയുണ്ട്. രാവിലെ മുതൽ കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകരെത്തും. വണ്ടിപ്പെരിയാറിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രത്തിലും സ്പോട്ട് ബുക്കിംഗിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പഴുതടച്ച ക്രമീകരണമാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നടപടികളായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു പ്രതികരണമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഉൾപ്പെടെ പഴുതടച്ച സുരക്ഷ ശബരിമലയിലുണ്ട്. ശബരിമല സന്നിധാനത്ത് മാത്രം 5000-ത്തിലധികം തീർത്ഥാടകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പുതിയ പോലീസിന്റെ ബാച്ച് ഇന്നലെയാണ് ഈ ചുമതല ഏറ്റെടുത്തത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് ഒരുക്കുന്നുണ്ട്. ഒപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രത്യേക ക്യൂ ആണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്കുകളില്ലാതെ സ്ത്രീകൾക്കും അത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 വീട് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 3ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഇരിട്ടി താലൂക്ക് ഉളിക്കൽ പഞ്ചായത്തിൽ റോബിൻസ് കറിയ അഞ്ജലി ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത്. റോബിൻസ് കറിയയ്ക്കും അഞ്ജലിക്കും 3 കുഞ്ഞുങ്ങൾക്കും ഇനി സമാധാനമായി അന്തിയുറങ്ങാം. സെർവിക്കൽ സ്പോണ്ടിലോട്ടിക് മൈലോപ്പതി ബാധിച്ചയാളാണ് റോബിൻസ് കറിയ. സുഷുമ്ന നാഡിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായി ബാധിക്കുന്ന അസുഖമായതിനാൽ ജോലികൾ ചെയ്യാനാകില്ല. 3 മക്കളിൽ ഒരാൾക്ക് കിഡ്നി സംബന്ധമായ അസുഖവുമുണ്ട്. നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ പ്രകാശം പരത്തിയിരിക്കുകയാണ് 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും. ഈ സമയത്ത് എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. 24നോടും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനോടാണ് എനിക്ക് വളരെയധികം നന്ദി പറയാനുള്ളത്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ചിറ്റലപ്പള്ളിയും 24 ഞങ്ങൾക്കൊരു വീട് അനുവദിച്ച് തരുന്നത്. ഫാദർ ജോർജ് ഇളവുങ്കൽ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ഷാജി ചടങ്ങിൽ പങ്കെടുത്തു. ലൈഫ് ഭവനത്തിൽ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇപ്പം പെട്ടെന്ന് പ്രാവർത്തികമായിട്ടില്ലായിരുന്നു. ഇതുപോലെ ഒരു ഭവനം 24ഉം ചിറ്റലപ്പള്ളിയും തമ്മിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു കൊല്ലത്തിനിടയ്ക്ക് തന്നെ ഇത് ഒരു പണി പൂർത്തിയാക്കുകയും അതിൻ്റെ രീതിയിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ഏറ്റവും മഹനീയമായ ഒരു പ്രവൃത്തിയാണ്. 24 കണ്ണൂർ ബ്യൂറോ ചീഫ് മുഹമ്മദ് റഹീസും 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കരയും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. 24 കണക്ട് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷ് വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനദണ്ഡത്തിനും മേലെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനിവിടെ വന്ന് കാണുമ്പോൾ ഇവർക്കടെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടന്നിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പണിയും മുൻപോട്ട് ഇനി എടുക്കാനാവില്ല. ഈ ഇളയ കുട്ടിക്കുള്ള ആശുപത്രി കേസുമായിട്ട് ഈ സ്ത്രീ അതുപോലെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മൾ അപേക്ഷ വെക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ അവർ അപേക്ഷ വെച്ചതിലൂടെ ചിറ്റലപ്പള്ളി അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. വട്ടിയാംതോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ചാർലി മുണ്ടോളിക്കൽ നന്ദി രേഖപ്പെടുത്തി. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ. ഒരാഴ്ചയായി നീണ്ടുനിന്ന ലുലു ഫിറ്റ്നസ് ചലഞ്ചിന് സമാപനം. വിവിധ മത്സരങ്ങളിൽ ആവേശത്തോടെയാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. എറണാകുളം ലുലു മാളിൽ നടന്ന ഫൈനൽ മത്സരം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ലുലു ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഫൈനലിൽ വിവിധ കായിക മത്സരങ്ങൾ രജിസ്റ്റർ ചെയ്തത് 200ഓളം മത്സരാർത്ഥികൾ. ആവേശകരമായ മത്സരമാണ് നടന്നത്.
ഒരുപാട് ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിക് ഇതിന് വേണ്ടിയിട്ട് ലുലു വരികയും അതിൽ രജിസ്റ്റർ ചെയ്യുകയും ഓരോ ആക്ടിവിറ്റിയും 200-ൽ പരം ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയും ഇവൻറ്റുകൾ ഭംഗിയായി നടക്കുകയും ചെയ്തിരുന്നു. ഷട്ടിൽ റൺ, ജോഗ് ആൻഡ് പഞ്ച് തുടങ്ങി വിവിധ മത്സരങ്ങളിൽ നടന്നത് പൊരിഞ്ഞ പോരാട്ടം. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പുരുഷ വനിതാ വിഭാഗം വിജയികൾക്ക് 25,000 രൂപ ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പുരുഷ വനിതാ വിഭാഗം വിജയികൾക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും നൽകി. മൂന്നാം സ്ഥാനം നേടിയവർക്ക് 10,000 രൂപയാണ് സമ്മാനം. കൂടാതെ ഫൈനലിലെത്തിയ 10 പേർക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന ഫിറ്റ്നസ് ചലഞ്ചിൽ ലുലു ഫിറ്റ്നസ് റൺ, മാളത്തോൺ, റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. കൊച്ചി. തിരുവനന്തപുരം നഗരസഭയിലടക്കം ഭരണം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിച്ച BJPക്ക് വൻ തിരിച്ചടി. ആനന്ദിന്റെ ആത്മഹത്യയും ശാലിനിയുടെ ആത്മഹത്യാ ശ്രമവും ജില്ലാ BJP നേതൃത്വത്തിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നേക്കാം. BJP മുൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിലും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത BJP നേതാക്കളുടെ ലിസ്റ്റ് പുറത്തുവിടുമെന്ന മുതിർന്ന നേതാവ് MS കുമാറിന്റെ ഭീഷണിയിലും പ്രതിരോധത്തിലായ BJPക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവങ്ങൾ. പ്രവർത്തകന്റെ ആത്മഹത്യയും പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമവും ജില്ലയിലെ BJPയെ വെട്ടിലാക്കി. നഗരസഭയിലടക്കം ഭരണം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് രംഗത്തിറങ്ങി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പദയാത്ര വരെ സംഘടിപ്പിച്ചു വരുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ ആനന്ദിന്റെ ആത്മഹത്യ. ആനന്ദ് പാർട്ടി പ്രവർത്തകനല്ലെന്ന BJP നേതാക്കൾ പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നതിനിടെ നെടുമങ്ങാട് BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശാലിനി RSS നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതോടെ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി. മണ്ണ് മാഫിയയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയെന്നാരോപിച്ചാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ പേരുവിവരങ്ങളടക്കം ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആനന്ദിനെ ഒരു തരത്തിലും പരിഗണിച്ചില്ലെന്ന വിശദീകരണവുമായി മുതിർന്ന BJP നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്.